അങ്ങനെ നമ്മുടെ കൊടൈക്കനാലോട്ടുള്ള ആദ്യത്തെ ദിനം നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ ഇനി ഒരു റീലെടുത്തിട്ട് തുടങ്ങാം. ബസ്സിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പുറത്തുനിന്ന് റീലെടുക്കാൻ കഴിയും. നമുക്ക് നോക്കാം അല്ലേ. അതിൽ കൊടുത്തിട്ടില്ല, വൈകാതെ വരും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പമ്പിൽ സൈഡാക്കിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. അതായത് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പമ്പായിരുന്നു. അടിപൊളി ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഉള്ള. കുട്ടികളൊക്കെ ഈ സ്ഥലത്തിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. ഒരു പുൽമേടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെയായിരുന്നു എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സൈഡിൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തുന്നു. അവിടെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പോകുന്നത് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിലോട്ടാണ്. ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള നിങ്ങൾ കുട്ടികളോട് ഇത് കഴിക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇനി വയറിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ, അതുകൊണ്ട് അവർക്കൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, അവരായിട്ട് മേടിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നേരെ റിസോർട്ടിലോട്ട്. അടിപൊളി റിസോർട്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. ഗ്രീൻ ലേക്ക് വ്യൂ റിസോർട്ടാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. അതിൻ്റെ പുറത്തുനിന്ന് ഞങ്ങളൊരു മുട്ടയും അതുപോലെ തന്നെ ഗോപി പൊരിച്ചതും, അതായത് നമ്മൾ കോളിഫ്ലവർ പൊരിച്ചതൊക്കെ എന്തായിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചു. അടിപൊളിയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങ് ക്യാമ്പ് ഫയറും പിന്നെ ഫുഡും അതോട് കൂടിയിട്ട് ഇന്നത്തെ ദിവസം അവിടെ പൂർത്തിയാവുകയാണ്. അങ്ങനെ കുട്ടികളുടെ കൂടെ ഞങ്ങൾ ടീച്ചേഴ്സും ഒന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ഒരു പതിവാണല്ലോ. ഞങ്ങളും ഒട്ടും മോശമല്ല എന്നവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഉഷാറാണെന്ന് ഞങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഉറങ്ങുന്നു. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഒരു മോർണിംഗ് വാക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യാണ്, ആരംഭിക്കുകയാണ്. ഇനി രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്ന പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് പോയിന്റിലോട്ടാണ്. ഇത് നമ്മുടെ പാക്കേജറായിട്ടുള്ള ദാസേട്ടൻ പരിചയപ്പെടുത്തി തന്നൊരു കടയാണ്. വരുമ്പോൾ ഇവിടെ നിന്ന് സ്വീറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബിന് ഒട്ടും കുറവുണ്ടാവില്ല അല്ലേ. ഈ വീഡിയോയിലൂടെ നമുക്കെല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ നേരത്തെ കാണിച്ചിട്ടുള്ള ആ കടയിൽ നിന്നുള്ള ഒരു സാധനം മേടിക്കുന്ന കുറേ രംഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്, ചോക്ലേറ്റ്സും മറ്റും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് പില്ലർ റോക്സ് കാണാനാണ്. ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെടുത്തു സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഗുണ കേവിലോട്ടാണ് അല്ലേ. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് ഡെവിൾസ് കിച്ചൺ എന്നാണ്. ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ പേര് ഗുണ എന്ന പേരിൽ അറിയപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത് അല്ലേ. പിന്നെ ഞങ്ങൾ വൈബ് അല്ലേ, പാട്ട് പാടിയിട്ടും അല്ലേ, ഓരോരോ പാട്ടുണ്ടാക്കിയിട്ടും അടിപൊളിയായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ റീൽസ് നമുക്ക് കാണാം. ഇതെല്ലാം റീൽസ് എടുക്കുക കേട്ടോ. പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യണം, കൊടുക്കണം. അടുത്ത സ്പോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്തിയിട്ടുണ്ട്. നിറയെ പൈൻ മരങ്ങളാൽ വിശാലമായിട്ടുള്ളൊരു സ്പോട്ട് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു റീൽസും മറ്റ് തമാശകളും കളിച്ചിരിക്കലും എല്ലാം ഞങ്ങൾ എന്ത് ചെയ്ത് നടത്തി. ഞാനൊരു ഷാറുഖ് ഫാൻ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് ഇവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് കരുതി. അടിപൊളിയായിട്ടുണ്ട്. ഇത് അടുത്തത് ആസിഫ് സാർ ബുദ്ധിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള മറ്റു സ്റ്റെപ്പുകൾ. അല്ലെങ്കിലും ആസിഫ് സാർ പൊളിയല്ലേ. ഇനി അങ്ങോട്ട് റീൽസും മറ്റു കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇതാ നമ്മുടെ കുട്ടികളത് അടിപൊളിയായിട്ടുള്ള റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ്.
ഇത് കഴിഞ്ഞാൽ നേരെ ലേക്കിലോട്ട്. സൈക്കിൾ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ സൈക്കിളൊക്കെ ഒന്ന് ഒപ്പിച്ച് കൊടുത്തിട്ട് ഇവരുടെ പുറകെ ഞങ്ങളും എടുത്തു സൈക്കിൾ എടുത്തിട്ടൊന്ന് കറങ്ങൽ. അതായത് നമ്മളൊക്കെ കുട്ടികളെ അങ്ങനെ ഞങ്ങൾ വിടാൻ പറ്റില്ലല്ലോ, അവരുടെ പുറകിൽ കൂടെ ആരും പോയി ഞങ്ങൾ ടീച്ചേഴ്സും പോയിട്ടുണ്ട്. ഇനി ആ കാഴ്ചകൾ നമുക്ക് കാണാം. ലേക്കിലാണ്, സൈക്കിൾ സവാരിയിലാണ്. യു പി എ ഓക്കെ അല്ലേ? ഫാന്റാസ്റ്റിക്. നല്ല തണുപ്പുണ്ട്, അടിപൊളി സൈക്കിൾ സവാരിയിലുള്ളത്. ഓക്കെ, യെസ്. ഇല്ല എന്നാലും വണ്ടി ഓടും. ഓക്കെ. തലേ ദിവസം ആംപ്ലേറ്റ് കഴിച്ചിട്ടുള്ള ആ കടയിൽ നിന്ന് തന്നെയാണ് പ്രാവശ്യം ഞങ്ങൾ ചായ കുടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രാവശ്യം നമ്മുടെ ചേച്ചി പറഞ്ഞു അവിടെ ചേച്ചീൻ്റെ മോളുണ്ട്, ഒന്ന് മോളെന്ത് ചെയ്യണം ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ? ഹായ് ശ്രീദേവി. ഹായ്. നിറയെ ചൊല്ലിയാച്ചേ. അങ്ങനെ ഞങ്ങൾ ലൈം ടീയും കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിരിയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ ഞങ്ങളെ കുട്ടികളെ പോലെ തന്നെ സൈക്കിളും ചവിട്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു, ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് അല്ലേ. ഞങ്ങളുടെ കൊടൈക്കനാലിലുള്ള അവസാനത്തെ ഭക്ഷണം അല്ലേ, ലാസ്റ്റ് സഫർ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ വയറ് നിറയൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നാട്ടിലോട്ട് പോവാണ്. ഇവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു റീലോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു. എല്ലാവരും പൊളിച്ചടങ്ങിയിട്ടുണ്ട്.